ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. പ്രാർത്ഥനയോടുകൂടി ചില ചിന്തകൾ ചുരുങ്ങിയ നിമിഷത്തിൽ ദൈവമക്കളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പീലാത്തോസിൻ്റെ ഒരു ചോദ്യം ഇന്ന് വളരെ പ്രസക്തമാണ്. ക്രിസ്തു എന്ന യേശുവിനെ ഞാൻ എന്തു ചെയ്യേണ്ടു എന്നൊരു ചോദ്യം പീലാത്തോസ് പരീശന്മാരോടും പരിഹാസികളോടും ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്രിസ്തു എന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് ഈ ചോദ്യം പലർക്കും സ്വീകാര്യമാണ്. ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവത്തെ എങ്ങനെ അറിയണം? യേശുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണോ സ്വീകരിക്കാതിരിക്കണമോ മനുഷ്യനെന്ന് ആശങ്കയിലാണ്. ഇത് പീലാത്തോസിൻ്റെ ചോദ്യവും അതുതന്നെയായിരുന്നു. യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? 3 കാരണമാണ് പീലാത്തോസിനെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് പരീശന്മാരും പ്രമാണിമാരും പീലാത്തോസിനോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പീലാത്തോസ് അവരോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഇവനെ എന്ത് ചെയ്യണം? ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് വീണ്ടും ചോദിച്ചപ്പോൾ അവിടെ വായിക്കുന്നത് ആരവാരവം അധികമാകുന്നതല്ലാതെ അവിടെ ഒന്നും നടന്നില്ല എന്നാണ്. ഒന്നാമത് പീലാത്തോസിന് ആരവാരവം കണ്ടപ്പോൾ ഭയമായി, ചിന്താക്കുഴപ്പമായി. പീലാത്തോസ് ഇതികർത്തവ്യമൂഢനായി. ആരവാരവം കാണുമ്പോൾ, ചുറ്റുപാടുകൾ കാണുമ്പോൾ, ചുറ്റുപാടുകളുടെ മേളങ്ങൾ കാണുമ്പോൾ, മദ്യവും മയക്കുമരുന്നും തുടങ്ങിയ ആരവാരവങ്ങൾ കാണുമ്പോൾ സകല മനുഷ്യരും അറിയാതെ ചിന്തിച്ചു പോകുന്നു, എനിക്കിതിനകത്ത് പെട്ടുപോയി കൂടെ എന്നൊരു ചിന്തയാണ്. പല ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, ആരവാരവം നോക്കി കർത്താവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. മറിച്ച് നിൻ്റെ മനസ്സിൽ യേശുവിനെ സ്വീകരിക്കാനുള്ള ഉറപ്പ് വേണം. ഈ ദുഃഖ വെള്ളിയാഴ്ച അവന് എന്തു ചെയ്യേണ്ടു എന്ന ചോദ്യമല്ല, മറിച്ച് ഞാൻ അവനെ സ്വീകരിക്കുന്നു എന്ന ഉത്തരം ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നീ ഇവനെ ശിക്ഷിക്കുന്നില്ല എങ്കിൽ, ഇവനെ നീ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ കൈസറിൻ്റെ സ്നേഹിതനല്ല, ശത്രുവായിത്തീരും എന്ന് പരിഹാസികളും പടയാളികളും പീലാത്തോസിനെ നോക്കി പറഞ്ഞു. തൻ്റെ അധികാരം നിലനിർത്തുക, തൻ്റെ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി മനസ്സാക്ഷിക്ക് അപ്പുറത്തേക്ക് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ വിടാൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. യേശുവിനെ എന്ത് ചെയ്യണം എന്ന് ഉറപ്പില്ലാതെ പീലാത്തോസ് ചോദിക്കാൻ രണ്ടാമത്തെ കാരണം തൻ്റെ സ്ഥാനമാനങ്ങളാണ്. ഇന്ന് പല മനുഷ്യർക്കും സ്ഥാനമാനങ്ങൾ അധികമാകുമ്പോൾ സത്യദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു. തൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമോ? തൻ്റെ സ്ഥാനങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാകുമോ? തന്നെക്കുറിച്ച് ആളുകൾ എന്തു പറയും? താനൊരു വലിയ ഇന്ന ആളല്ലേ എന്നൊരു ചിന്ത പല മനുഷ്യർക്കും ഉണ്ടാകുന്നതുകൊണ്ട് സ്ഥാനമാനങ്ങൾ കർത്താവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ സ്ഥാനമാനങ്ങളെക്കാൾ അധികമായി, ഈ ലോകത്തേക്കാൾ അധികമായി യേശു ക്രിസ്തുവിനെ ഈ ദുഃഖ വെള്ളിയാഴ്ച ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ആകാശം തീർന്നു പോകും, ഭൂമിയും തീർന്നു പോകും. എന്നാൽ തീരാത്തതും നശിക്കാത്തതും അഴിഞ്ഞു പോകാത്തതും ദൈവത്തിൻ്റെ വചനം മാത്രമാണെന്നുള്ള ചിന്ത ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവമക്കൾക്കുണ്ടായിരിക്കണം. അവസാനത്തെ ഒരു ചിന്ത, പീലാത്തോസിൻ്റെ ഭാര്യ ഒരെഴുത്ത് കൊടുത്തയക്കുകയാണ്. ആ നീതിമാൻ്റെ രക്തത്തിൽ നീ ഇടപെടരുത്, അവനൊരു നീതിമാനാണ്, എനിക്ക് അവൻ നിമിത്തം സ്വപ്നത്തിൽ ഒത്തിരി കാര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതും കൂടെ കേട്ടപ്പോൾ പീലാത്തോസ് ഇതികർത്തവ്യമൂഢനായി. ഒരു തീരുമാനം എടുക്കാൻ അവന് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് അവൻ വീണ്ടും ചോദിക്കുകയാണ്, ക്രിസ്തു എന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? 3 കാരണങ്ങൾ കൊണ്ട് പീലാത്തോസ് ആകെ ചിന്താക്കുഴപ്പത്തിലായി. എന്ത് ചെയ്യണം? ഭാര്യയുടെ ഉപദേശം സ്വീകരിക്കാതിരിക്കുന്നത് പ്രയാസമാണ്. എന്നാൽ പരീശന്മാർ കൈസർക്കെതിരായി നീ പ്രവർത്തിച്ചാൽ നീ അവൻ്റെ ശത്രുവായി തീരും.
മൂന്നാമത്തെ കാര്യമാണ് ആരവാരങ്ങൾ അധികമാകുമ്പോൾ യേശുവിനെ തള്ളിക്കളയാൻ പീലാത്തോസിനെ പ്രേരിപ്പിച്ചു. അർത്ഥം, ഈ ദുഃഖവെള്ളി ആഴ്ച ചുറ്റുപാടുകളുടെ വെളിച്ചത്തിലല്ല, മറിച്ച് ബോധ്യം വരുത്തിയ ആ ഭാര്യയുടെ ഒരു വലിയ അനുഗ്രഹം, വലിയ ഒരു സ്വാധീനം പീലാത്തോസിനുണ്ടായതുകൊണ്ട് പീലാത്തോസ് ഒരു സത്യം പറഞ്ഞു, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, കൈ കഴുകുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ, സത്യവചനം കേൾക്കുമ്പോൾ ആരിൽ നിന്നായാലും പീലാത്തോസിനെ പോലെ പാപത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് കർത്തവ്യം ചെയ്യുകയാണ് വേണ്ടത്, കൈ കഴുകി മാറി നിൽക്കുകയുമല്ല വേണ്ടത്. പീലാത്തോസ് ചെയ്തതുപോലെ അല്ല, മറിച്ച് കർത്താവിനെ എനിക്ക് രക്ഷിതാവായി തന്നെ സ്വീകരിക്കണമെന്ന ഉറപ്പ് ഈ ദുഃഖവെള്ളിയാഴ്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ, ദൈവമക്കൾക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന ചോദ്യത്തോട് അല്ല, മറിച്ച് ഈ ദുഃഖവെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട എൻ്റെ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ എനിക്ക് വലിയവനാണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ. പീലാത്തോസിൻ്റെ ഭാര്യ വളരെയധികം പ്രശംസീയമാണ്. ഈ സമയത്ത് ഭാര്യ ഒരിക്കലും ഹൗവയെ പോലെ ആകരുത്. ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ച സ്ത്രീയാണ് ഹൗവ. ഭാര്യ ഒരിക്കലും പൊത്തിഫേറിൻ്റെ ഭാര്യയെപ്പോലും ആകരുത്. ജീവിത വിശുദ്ധിയില്ലാത്ത ജീവിതമായിരിക്കരുത് കുടുംബത്തിൽ. ഭാര്യ ഒരിക്കലും സഫീറയെ പോലെയും അരുത്. ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്ത്രീയെ ആകരുത് കുടുംബത്തിൽ ഭാര്യ. ഈ ദുഃഖവെള്ളിയാഴ്ച അവസാനത്തെ ചിന്ത, കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പീലാത്തോസിൻ്റെ ഭാര്യയെപ്പോലെ കുടുംബം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നന്മ നേരുന്നു. ദുഃഖവെള്ളിയാഴ്ചയിൽ നമുക്ക് ഗുഡ് ഫ്രൈഡേ ആണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച നല്ല ദിവസം. അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അവൻ മടങ്ങി വരുമ്പോൾ നമ്മെയും ചേർക്കും. ഈ വെള്ളിയാഴ്ച ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു.